ഫ്ലോ എന്ന് പറയുമ്പോൾ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇൻവോൾവ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് നമുക്കറിയാം. അപ്പോൾ ഈ അഡീഷണൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻട്രി ടീച്ചിങ് യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അധ്യാപക വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന HSST നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. ടീം എൻട്രി ഇതിനോടകം തന്നെ HSST കോഴ്സുകൾ ലോഞ്ച് ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കുറേ പേരൊക്കെ ജോയിൻ ചെയ്ത് പഠിത്തം തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവരെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ഈ ഒരു സെഷനിൽ കാണിക്കാൻ പോകുന്നത് HSST ബോട്ടണിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും HSSTയുടെ അനാട്ടമി എന്നുള്ള മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അനാട്ടമിയുടെ മൊഡ്യൂളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 യൂണിറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ടിഷ്യൂസ്, അനാട്ടമി ഓഫ് സ്റ്റെം, റൂട്ട്, ലീഫ് എന്നുള്ളൊരു പോർഷൻ, മൂന്നാമത്തേതായിട്ട് അനോമലസ് സെക്കൻഡറി ഗ്രോത്ത്, നാലാമതായിട്ട് ബ്രീഫ് അക്കൗണ്ട് ഓഫ് നോഡൽ അനാട്ടമി. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് അനാട്ടമിയിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ശരിക്കും വിശദമായിട്ടിരുന്ന് ഒറ്റയ്ക്കൊക്കെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ 2 മാസത്തോളമൊക്കെ പഠിക്കാനുള്ള കണ്ടന്റ് ഇതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ വ്യക്തമായ മെന്റർഷിപ്പോട് കൂടിയും ഗൈഡൻസോട് കൂടിയും നിങ്ങളെ എത്രയും പെട്ടെന്ന് ഒരു വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത്രയും വലിയ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സഹായിക്കും. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ഈ 3rd യൂണിറ്റ് നോക്കുക. അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈകോട്ട് ആൻഡ് മോണോകോട്ട് സ്റ്റെം. ഈ ഒരു സിംഗിൾ യൂണിറ്റ് നമ്മൾ ഒരൊറ്റ ക്വസ്റ്റ്യനിലാണ് കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് കാണാം. ചോദ്യം നോക്കാം. ഇൻ എ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് സ്റ്റെം 3 ഡിഫറെന്റ് അനോമലീസ് ആർ ഒബ്സർവ്ഡ്. അതായത് ഒരു ലബോറട്ടറി കണ്ടീഷനിൽ സ്പെസിമെൻസ് ഒബ്സർവ് ചെയ്ത സമയത്ത് കണ്ട കുറച്ച് അനോമലസ് ബിഹേവിയർ, അനോമലസ് സെക്കൻഡറി ഗ്രോത്തിനെ കുറിച്ചാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. നോക്കാം. അപ്പോൾ 3 തരത്തിലുള്ള അനോമലസ് ബിഹേവിയർ ആണ് ഈ സ്പെസിമെൻസിൽ കണ്ടത്. അതായത് 3 സ്പെസിമെൻസ് ഉണ്ടായിരുന്നു. അത് എക്സാമിൻ ചെയ്ത സമയത്ത് 3 തരത്തിലുള്ള സ്പെസിഫിക്കേഷൻസ് കണ്ടു. എന്തൊക്കെയാ നോക്കാം. ടൈപ്പ് 1ൽ കണ്ടത് എന്താണ്? വാസ്കുലാർ ബണ്ടിൽസ് റെപ്രസെന്റ് ബോത്ത് ഇൻ ദ പെരിഫറൽ റിംഗ് ആൻഡ് ഇൻ ദ പിത്ത്. അതായത് പെരിഫറൽ റിംഗ് ആയിട്ടും കുറച്ച് വാസ്കുലാർ ബണ്ടിൽ ഇരിക്കുന്നുണ്ട്, പിത്തിൽ സ്കാറ്റേഡ് ആയിട്ടും കുറച്ച് വാസ്കുലാർ ബണ്ടിൽ കാണുന്നുണ്ട്. അങ്ങനെയാണ് ടൈപ്പ് 1 ആയിട്ടുള്ള സ്പെസിമെനിൽ ഒബ്സർവ് ചെയ്തത്. ഇനി രണ്ടാമത്തെ സ്പെസിമെനിൽ എന്താ കണ്ടത്? സൈലം സിലിണ്ടർ ഇന്ററപ്റ്റഡ് ബൈ ഫ്ലോയം വെഡ്ജസ്. അതായത് സൈലം സിലിണ്ടറിനകത്തേക്ക് ഇൻട്രൂഡ് ചെയ്തുകൊണ്ട് കുറച്ച് ഫ്ലോയം പാച്ചസ് കാണുന്നതായിട്ടാണ് സെക്കൻഡ് ടൈപ്പിൽ ഒബ്സർവ് ചെയ്തത്. ഇനി മൂന്നാമത്തെ ടൈപ്പിൽ എന്താണ് കാണുന്നത് നോക്കാം. കോൺസെൻട്രിക് റിംഗ്സ് ഓഫ് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽസ് ഫോംഡ് സക്സസീവ്ലി. അതായത് ഒന്നിന് പുറത്ത് ഒന്നായിട്ട് ഒരുപാട് റിംഗ്സ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് കാണുന്ന രീതിയിലാണ് മൂന്നാമത്തെ സ്പെസിമെൻ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഒബ്സർവേഷൻസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി വിച്ച് സീക്വൻസ് കറക്റ്റ്ലി ഐഡന്റിഫൈസ് ദ പ്ലാന്റ്സ് ഷോയിങ് ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3 അനോമലീസ്. അപ്പോൾ ഇതിനെ ഓർഡറിലാക്കിയിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ ഇനി നമ്മൾ HSA എക്സാം ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടാവും. ഓഗസ്റ്റിൽ നമുക്ക് ഒരു HSA എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാവരും കണ്ടതാണ്. ഒരുപാട് അനലിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ലെവലിലുള്ള ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് നമ്മൾ കണ്ടതാണ്. കുറേ പേർക്ക് ക്വസ്റ്റ്യൻ്റെ ലെങ്ത് കാരണം അറിയാവുന്ന കൺസെപ്റ്റ് വരെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും ആവർത്തിക്കാൻ പാടില്ല. ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഇതിലും മികച്ച ധാരാളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്ത കുട്ടികൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ഇനിയും കാത്തിരുന്ന സമയം കളയുന്നത് മണ്ടത്തരാണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതിലും മികച്ച ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിലും ഈ 3 ടൈപ്പിന് പല രീതിയിലുള്ള കോമ്പിനേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോമ്പിനേഷൻസിൽ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ബൊറീവിയ, ബിഗ്നോണിയ ആൻഡ് ഡ്രസീന. ഈ 3 ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന, ഈ 3 ടൈപ്പും അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും ബിഹേവിയേഴ്സ് നന്നായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ ആൻസറിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ ഒരുവിധം നമുക്ക് എല്ലാവർക്കും ബൊറീവിയ നന്നായിട്ട് പരിചയം ഉണ്ടാവും. ബൊറീവിയൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ ഡിഗ്രിക്കും PGക്കും റിപ്പീറ്റ് ചെയ്ത് കണ്ടതുകൊണ്ട് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്ഷൻ മാത്രം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പെട്ടെന്ന് കിട്ടാൻ ഒരു 50% ആൾക്കാർക്കെങ്കിലും പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ബൊറീവിയയായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? വാസ്കുലാർ ബണ്ടിൽസ് റെപ്രസെന്റ് ബോത്ത് ഇൻ ദ പെരിഫറൽ റിംഗ് ആൻഡ് ഇൻ ദ പിത്ത്. ബൊറീവിയയുടെ പ്രൈമറി സ്ട്രക്ചറിൽ തന്നെ നമ്മൾ പിത്തിൽ സ്കാറ്റേഡ് ആയിട്ട് കുറച്ച് ബണ്ടിൽസും പുറത്തൊരു റിംഗ് ആയിട്ട് കുറച്ച് ബണ്ടിൽസും കണ്ടിരുന്നു. പക്ഷെ അത് മാത്രം മാച്ച് ചെയ്തതുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കില്ല. കാര്യം ബൊറീവിയയും അതിൻ്റെ കൂടെ ബിഗ്നോണിയയും ഡ്രസീനയും കൂടി അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻസ് മാച്ച് ചെയ്തിട്ട് കറക്റ്റ് ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊന്ന് ആദ്യം അനലൈസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം.
ആദ്യം തന്നെ അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ഓഫ് ബൊറീവിയ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബൊറീവിയയുടെ പ്രൈമറി സ്ട്രക്ചർ അറിയാമെങ്കിൽ മാത്രമേ സെക്കൻഡറി തിക്കനിങ്ങിനെ കുറിച്ച് മനസ്സിലാവുള്ളൂ. എങ്ങനെയാണ് ബൊറീവിയയുടെ ഒരു പ്രൈമറി സ്ട്രക്ചർ ഇരിക്കുന്നത്? ബൊറീവിയയുടെ ഒരു സ്റ്റെമ്മിന്റെ ട്രാൻസ്ഫർ സെക്ഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പ്രൈമറി സ്ട്രക്ചർ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഗ്രൗണ്ട് ടിഷ്യൂ, അതായത് പിത്ത് റീജിയണിൽ 2 റിംഗ് ആയിട്ട് വാസ്കുലാർ ബണ്ടിൽസ് കാണാൻ പറ്റും. സെൻട്രൽ റീജിയണിൽ 2 വലിയ വാസ്കുലാർ ബണ്ടിൽസും അതിന്റെ ചുറ്റുമായിട്ട് കുറച്ചും കൂടി ചെറിയ വാസ്കുലാർ ബണ്ടിൽസും അറേഞ്ച് ചെയ്തതായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഗ്രൗണ്ട് ടിഷ്യൂവിൽ കാണാൻ പറ്റുക. ഇതിന് പുറത്തുകൂടെ ഒരു കോൺസെൻട്രിക് ആയിട്ടുള്ള ഒരു റിംഗ് കൂടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ 3 റിംഗ് ആയിട്ടാണ് വാസ്കുലാർ ബണ്ടിൽസ് നമ്മൾ ബൊറീവിയയിൽ കാണാൻ സാധിക്കുക പ്രൈമറി ഗ്രോത്തിന്റെ ടൈമിൽ. ഈ 3 റിംഗ്സിൽ നടുക്കുള്ള റിംഗിൽ 2 ബണ്ടിൽസും അതിന് തൊട്ട് പുറമേ ഉള്ള ബണ്ടിൽസിൽ റിംഗിൽ 4 മുതൽ 15 വരെയുള്ള ബണ്ടിൽസും ഏറ്റവും പുറത്തുള്ള റിംഗിൽ 20ഓളം ബണ്ടിൽസും ആണ് കാണപ്പെടുക. ഏറ്റവും പുറത്തുള്ള ബണ്ടിലിൽ ചെറിയ ചെറിയ ബണ്ടിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി സെക്കൻഡറി ഗ്രോത്ത് ആരംഭിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അനോമലസ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് നോക്കാം. സെക്കൻഡറി ഗ്രോത്ത് ഇൻ മെഡുലറി ബണ്ടിൽസ്, അതായത് സെൻട്രൽ ഗ്രൗണ്ട് ടിഷ്യൂവിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള ബണ്ടിൽസ് ഏത് രീതിയിലാണ് സെക്കൻഡറി ഗ്രോത്ത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നോക്കുന്നത്. സെക്കൻഡറി ഗ്രോത്ത് ഹിയർ ഈസ് ലിമിറ്റഡ്. ഈ മെഡുലറി ബണ്ടിൽസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? മെഡുല്ല എന്നുള്ള ടേമിന്റെ മീനിങ് പിത്ത് എന്നാണ്. അപ്പൊ പിത്തിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള 2 റിംഗ്സ് ഓഫ് ബണ്ടിൽസ് ഏത് രീതിയിലാണ് സെക്കൻഡറി ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതൊരു ലിമിറ്റഡ് ഗ്രോത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ 2 റിംഗ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസും എങ്ങനെയാണ്? ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് ആണ്. കൺജോയിൻഡ്, കൊളാറ്ററൽ ആൻഡ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് ആണ് ഈ 2 റിംഗ്സിൽ ഉള്ളത്. അപ്പോൾ ഇവയ്ക്ക് സ്വാഭാവികമായിട്ടും ഉള്ളിലൊരു ക്യാമ്പിയൽ സ്ട്രിപ്പ് ഉണ്ട്. അപ്പൊ ഇതിന്റെ സഹായത്തോടു കൂടി കുറച്ച് ടിഷ്യൂസ് ആഡ് ഓൺ ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ അതിലൂടെ എന്താ സംഭവിക്കുക? കുറച്ച് സൈസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇൻട്രാഫസിക്കുലാർ ക്യാമ്പിയം ഫങ്ഷൻസ് നോർമലി പ്രൊഡ്യൂസസ് സെക്കൻഡറി സൈലം ഇൻസൈഡ് ആൻഡ് സെക്കൻഡറി ഫ്ലോയം ഔട്ട്സൈഡ്. സെക്കൻഡറി സൈലം ടിഷ്യൂസ് ഉള്ളിലേക്കും സെക്കൻഡറി ഫ്ലോയത്തിന്റെ കുറച്ച് ടിഷ്യൂസ് പുറത്തേക്കും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നോർമലായിട്ട് ഈ 2 റിംഗ്സിലുള്ള വാസ്കുലർ ബണ്ടിൽസ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈമറി ഫ്ലോയം ഗെറ്റ്സ് ക്രഷ്ഡ് ഫോമിങ് എ ക്യാപ് ലൈക്ക് ലെയർ ഓഫ് ഡെഡ് സെൽസ്. അപ്പോൾ ഈ സെക്കൻഡറി ടിഷ്യൂസ് ധാരാളം ആഡ് ചെയ്യപ്പെടുമ്പോൾ പുറത്തേക്ക് കൂടുതൽ പുഷ് ചെയ്യപ്പെടുന്നത് കൊണ്ട് പ്രൈമറി ഫ്ലോയം ക്രഷ് ഓഫ് ചെയ്തു പോവുകയും ഒരു ക്യാപ്പ് പോലെ സെക്കൻഡറി ഫ്ലോയത്തിന്റെ മേലെ ഇങ്ങനെ റെമനൻസ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി മേജർ സെക്കൻഡറി ഗ്രോത്ത് ഫ്രം ഔട്ടർ റിംഗ് ബണ്ടിൽ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 2 റിംഗ് ഓഫ് ബണ്ടിൽസിന്റെ പുറത്ത് ഒരു കംപ്ലീറ്റ് റിംഗ് കൂടി ബാക്കിയുണ്ട്. ഒരു ചെറിയ ബണ്ടിൽസ് ഉള്ള കംപ്ലീറ്റ് റിംഗ് കൂടി പുറത്തുണ്ട്. ആ ഒരു റിംഗ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ മേജർ ആയിട്ട് സെക്കൻഡറി ഗ്രോത്തിൽ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നോക്കാം. outer ring bundles contribute maximum to the secondary growth. Their intravesicular cambia join with the intervesicular cambia then forms a complete ring of cambia. അതായത് പുറത്തുള്ള വാസ്കുലാർ ബണ്ടിൽസിന്റെ ഉള്ളിൽ ഇൻട്രാഫസിക്കുലാർ ക്യാമ്പിയ ഉണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഇന്റർഫസിക്കുലാർ ക്യാമ്പിയുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു ഫുൾ റിംഗ് ഓഫ് വാസ്കുലാർ ക്യാമ്പിയം ഫോം ചെയ്യുന്നു. ഈ ഒരു ക്യാമ്പിയം എന്തായിരിക്കും ഫംഗ്ഷൻ ചെയ്യുക? അകത്തേക്കും പുറത്തേക്കും ടിഷ്യൂസിനെ, സെക്കൻഡറി ടിഷ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു കംപ്ലീറ്റ് റിംഗ് ഓഫ് വാസ്കുലാർ ക്യാമ്പിയം ഒരുപോലെയല്ല എല്ലാ ഭാഗത്തും ബിഹേവ് ചെയ്യുന്നത്. ഇത് വാസ്കുലാർ ബണ്ടിൽസിന്റെ കൂടെ ചേർന്നിരിക്കുന്ന ഭാഗത്ത് കട്ട് ചെയ്യുന്ന സെയിം സെൽസ് അല്ല ഈ വാസ്കുലാർ ബണ്ടിൽസിന്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ നോക്കിയേ, ഇന്നർ സൈഡില് സെക്കൻഡറി സൈലവും ലിഗ്നിഫൈഡ് കൺജങ്ക്റ്റീവ് ടിഷ്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അകത്തേക്ക് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? സെക്കൻഡറി സൈലവും ലിഗ്നിഫൈഡ് കൺജങ്ക്റ്റീവ് ടിഷ്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സെക്കൻഡറി സൈലം ഏത് ഭാഗത്തേക്കായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക? ബണ്ടിൽസിന്റെ റീജിയനിൽ സെക്കൻഡറി സൈലം. ഇനി 2 ബണ്ടിൽസിന്റെ ഇടയിലുള്ള ആ പൊസിഷനിൽ കൺജങ്ക്റ്റീവ് ടിഷ്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ കൺജങ്ക്റ്റീവ് ടിഷ്യൂ ലിഗ്നിഫിക്കേഷൻ നടന്നിട്ട് കുറച്ച് ഹാർഡൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ സമയം കടന്നു പോകുന്തോറും അതിൽ ലിഗ്നിൻ ഡെപ്പോസിഷൻസ് വന്ന് കുറച്ചും കൂടി ഹാർഡ് ടിഷ്യൂസ് ആയിട്ട് മാറും. ഇനി ഔട്ടർ സൈഡിൽ നോക്കുകയാണെങ്കിലോ, ഔട്ടർ സൈഡിലേക്ക് സെക്കൻഡറി ഫ്ലോയും അതിന്റെ കൂടെ കുറച്ച് പാരന്റ് കൈമാറ്റസ് ടിഷ്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ സെക്കൻഡറി ഫ്ലോയും വാസ്കുലാർ ബണ്ടിലിന്റെ മുകളിലായിട്ടും വരുന്നു. ഈ 2 വാസ്കുലാർ ബണ്ടിലിന്റെ ഇടയിലായിട്ടുള്ള സ്പേസിൽ പാരന്റ് കൈമയും ഫില്ല് ചെയ്യപ്പെടുന്നു. ഈ രീതിയിലാണ് വാസ്കുലാർ ക്യാമ്പിയം ബിഹേവ് ചെയ്യുന്നത്. ഇനി ഫോർമേഷൻ ഓഫ് ആക്സസറി ക്യാമ്പിയ. ഇനി ഈ പറഞ്ഞ ഒരു ക്യാമ്പിയൽ റിംഗിന്റെ ആക്ടിവിറ്റി കുറച്ച് സമയം കഴിയുന്നതോടുകൂടി സീസ് ചെയ്യപ്പെടുന്നു. അതായത് ഒരുപാട് ടിഷ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഒരു ആക്റ്റീവ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇനേർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് ആ ഒരു ക്യാമ്പിയൽ റിംഗ് പോകുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുക? ആക്സസറി ക്യാമ്പിയകൾ ഫോം ചെയ്യുന്നു. ഈ ഒരു ഔട്ടർ റിംഗിന്റെ പുറത്തുള്ള കോർട്ടിക്കൽ റീജിയനിൽ നിന്ന് ഒരു ആക്റ്റീവ് ക്യാമ്പിയൽ സ്ട്രിപ്പ് ആക്റ്റീവ് ആവുകയും
പിന്നീട് അതിൽ നിന്ന് പുതിയ പുതിയ റിങ്ങുകൾ ഫോം ചെയ്യുകയും ചെയ്യുന്നു. ആഫ്റ്റർ സം ടൈം ദ ഫസ്റ്റ് കാമ്പിയം റിംഗ് സ്റ്റോപ്പ് ഫംഗ്ഷനിങ്. ഫസ്റ്റ് കാമ്പിയം റിംഗ് എന്ന് പറയുന്നത് ഔട്ടർ വാസ്കുലർ ബണ്ടിൽസ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു റിംഗ് ആയിരുന്നു. അത് എന്താവുന്നു, ഫംഗ്ഷൻ അവസാനിപ്പിക്കുന്നു. എ ന്യൂ കാമ്പിയം റിംഗ്, അതായത് ഒരു ആക്സസറി കാമ്പിയം ഫോം ചെയ്യുന്നു. എവിടെ നിന്നാ ഫോം ചെയ്യുക? സെക്കൻഡറി പാരൻകൈമ ഓപ്പോസിറ്റ് കൺജങ്ക്റ്റീവ് ടിഷ്യൂ ആൻഡ് പെരിസൈക്കിൾ സെൽ ഔട്ട്സൈഡ് ദ ഫ്ലോയം. ഫ്ലോയത്തിന്റെ തൊട്ട് പുറമേ ആയിട്ട് ഏത് ടിഷ്യൂസ് ഉണ്ടായിരിക്കുക? പെരിസൈക്കിൾ എന്നുള്ളൊരു ലെയർ ഉണ്ട് അല്ലേ? അതായത് ഏറ്റവും പുറത്തും നമ്മൾ അകത്തേക്ക് നോക്കുമ്പോൾ എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, ഇത്രയും കഴിഞ്ഞിട്ടാണ് വാസ്കുലർ ടിഷ്യൂസ് വരുന്നത്. അപ്പോൾ ഫ്ലോയത്തിനോട് ചേർന്ന് ഒരു പെരിസൈക്കിളിന്റെ ലെയർ ഉണ്ടാവും. ഈ രണ്ട് സെറ്റ് ഓഫ് ഫ്ലോയത്തിന്റെ ഇടയിലുള്ള പാരൻകൈമയോട് ചേർന്ന് ഏതാ ഉണ്ടാവുക? അവിടെയും പെരിസൈക്കിൾ ഉണ്ട്. പക്ഷെ പെരിസൈക്കിളിന്റെ താഴെയുള്ള ആ ഒരു പാരൻകൈമാറ്റസ് ടിഷ്യൂസും ഫ്ലോയത്തിനും പുറത്തുള്ള പെരിസൈക്കിളിലെ ടിഷ്യൂസും കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇനി നെക്സ്റ്റ് റിംഗ് ഓഫ് വാസ്കുലർ കാമ്പിയം ഫോം ചെയ്യുന്നത്. അതിനെ നമ്മൾ ആക്സസറി കാമ്പിയം എന്നാണ് പറയുക. ദിസ് ആക്സസറി കാമ്പിയം ബിഹേവ്സ് ലൈക്ക് വാസ്കുലർ കാമ്പിയം. നേരത്തെ വാസ്കുലർ കാമ്പിയം കട്ട് ഓഫ് ചെയ്ത സിമിലർ ടിഷ്യൂസ് തന്നെയാണ് ഇനി ഈ ഒരു ആക്സസറി കാമ്പിയവും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് വാസ്കുലർ ബണ്ടിലിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പൊസിഷൻസിലേക്ക് എന്തിനാ പ്രൊഡ്യൂസ് ചെയ്യുക? സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ആൾട്ടർനേറ്റ് പൊസിഷൻസിൽ കൺജങ്ക്റ്റീവ് ടിഷ്യൂയും പാരൻകൈമാറ്റസ് ടിഷ്യൂയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഫോർമേഷൻ ഓഫ് മൾട്ടിപ്പിൾ വാസ്കുലർ റിംഗ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ആഫ്റ്റർ ഫംഗ്ഷനിങ് ബ്രീഫ്ലി ദ ഫസ്റ്റ് ആക്സസറി കാമ്പിയം ഓൾസോ സ്റ്റോപ്സ്. അപ്പോൾ കുറച്ച് സമയം വർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ആക്സസറി കാമ്പിയവും ഇതേപോലെ വർക്കിംഗ് സീസ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും പുറത്തുള്ള പെരിഫറൽ ടിഷ്യൂസിൽ നിന്ന് അടുത്ത റിംഗ് ആക്റ്റീവ് ആവുന്നു. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് കുറച്ച് റിംഗ്സ് ഫോം ചെയ്യുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അനദർ ആക്സസറി കാമ്പിയം ഫോംസ് റിപ്പീറ്റിംഗ് ദ സെയിം പാറ്റേൺ. ഇതേ പാറ്റേണിൽ തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്. പ്രോസസ് കണ്ടിന്യൂസ് ഫോർമേഷൻ ഓഫ് 4 or more കോൺസെൻട്രിക് റിംഗ്സ്. അപ്പോൾ ഇതൊരു ബൊറീവിയ എന്നുള്ള പ്ലാന്റ് ഒരു പെരനിയൽ പ്ലാന്റ് ആണ്. അപ്പോൾ കുറച്ച് കാലത്തോളം ഇത് ജീവിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതിൽ 4-4 ഒക്കെ കോൺസെൻട്രിക് റിംഗ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഈച്ച് റിംഗ് കൺസിസ്റ്റ് ഓഫ് കൺജോയിൻഡ് കൊളാറ്ററൽ വാസ്കുലർ ബണ്ടിൽസ് ഫോംഡ് ഫ്രം സക്സസീവ് ആക്സസറി കാമ്പിയ. ക്ലിയർ ആണല്ലോ? ഇനി ഫൈനൽ അപ്പിയറൻസ്, നമ്മൾ ഏറ്റവും മെച്ചുവർ ആയിട്ടുള്ള ഒരു ബൊറീവിയ സ്റ്റെമ്മിന്റെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? ദ കോൺസെൻട്രിക് വാസ്കുലർ റിംഗ്സ് ബിക്കം എംബഡഡ് ഇൻ ദ തിക്ക് കൺജങ്ക്റ്റീവ് ടിഷ്യൂ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വാസ്കുലർ കാമ്പിയം ബണ്ടിൽസിന്റെ ഇടയിൽ ഒരുപാട് കൺജങ്ക്റ്റീവ് ടിഷ്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബൾക്ക് ഓഫ് കൺജങ്ക്റ്റീവ് ടിഷ്യൂവിന്റെ ഇടയിൽ ഇമേഴ്സ് ചെയ്ത് കിടക്കുന്നത് പോലെ ആണ് വാസ്കുലർ ബണ്ടിൽസിനെ കാണാൻ സാധിക്കുക. ബണ്ടിൽസ് ആർ സെപ്പറേറ്റഡ് ബൈ തിൻ വാൾഡ് പാരൻകൈമാറ്റസ് സോൺസ് ആൻഡ് തിക്ക് കൺജങ്ക്റ്റീവ് ടിഷ്യൂ. ക്ലിയർ ആണല്ലോ? ദിസ് ക്രിയേറ്റ്സ് എ സ്ട്രക്ചർ റിസംബ്ലിംഗ് ഗ്രോത്ത് റിംഗ്സ് ഓഫ് ഡൈക്കോട്ടിലിനസ് സ്റ്റെം. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമ്മൾ സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് കാണാറുള്ളത്? ഡൈക്കോട്ട് സ്റ്റെമ്മിൽ വളരെ മെച്ചുവർ ആയിട്ടുള്ള ഒരു ഡൈക്കോട്ട് സ്റ്റെമ്മിന് സെക്ഷൻ എടുത്ത് നോക്കിയാണെങ്കിൽ നമുക്ക് ആനുവൽ റിംഗ്സ് കാണാൻ പറ്റും അല്ലേ? ഏർലി വുഡും ലേറ്റ് വുഡും മാറി മാറി വന്നിട്ടുള്ള ആനുവൽ റിംഗ്സ് കാണാൻ പറ്റും. അപ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ലുക്കാണ് നമുക്ക് ഈ ഒരു ബൊറീവിയ മെച്ചുവർ സ്റ്റെം സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുക. പക്ഷെ ഇത് അനോമലസ്ലി ഫോം ചെയ്തതാണെന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. കുറച്ച് ക്ലാരിറ്റി കുറവാണ്, എന്നാലും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഏറ്റവും പുറത്ത് വേവി ആയിട്ടുള്ള ഒരു എപ്പിഡെർമിസ് ഉണ്ട്. അതിന് താഴെ ഹൈപ്പോഡെർമൽ ഏരിയ ആണ്. കോളൻ കൈമാറ്റസ് ടിഷ്യൂസ് ഒക്കെയാണ് ഹൈപ്പോഡെർമൽ ഏരിയയിൽ കാണാൻ സാധിക്കുക. പിന്നെ പാരൻകൈമാറ്റസ് ആയിട്ടുള്ള കോർട്ടെക്സ് ഉണ്ട്. സ്റ്റാർച്ചി ഷീത്ത് ഇതിനിടയിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെന്താ ഉള്ളത്? സെക്കൻഡറി ഫ്ലോയം. ഈ ഒരു മെരിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി കൊണ്ട്, മെരിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു കാമ്പിയൽ റിംഗിന്റെ ആക്ടിവിറ്റി കൊണ്ട് പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയും അകത്തേക്ക് സെക്കൻഡറി സൈലവും പ്രൊഡ്യൂസ് ചെയ്യും. ഈ രണ്ട് വാസ്കുലർ ബണ്ടിൽസിന്റെ ഇടയിൽ കാണുന്ന ഭാഗത്താണ് നമ്മൾ കൺജങ്ക്റ്റീവ് ടിഷ്യൂവിനെ കുറിച്ചും പാരൻകൈമാറ്റസ് ടിഷ്യൂസിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പൊ സെക്കൻഡറി ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് ആണ് നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ കാണാൻ പറ്റുക. ഇനി ഈ ഔട്ടർ റിംഗ് കഴിഞ്ഞ് അകത്തേക്ക് വരികയാണെങ്കിൽ 2 റിംഗ്സ്, പിത്തിൽ കാണപ്പെടുന്ന 2 റിംഗ്സിനെയും കാണാൻ പറ്റും. മെഡുലറി ബണ്ടിൽസ് എന്നാണ് ഇതിന് പറയാം. ഓക്കെ, വേറെ എന്താണ് ഇതിൽ കാണാനുള്ളത്? പ്രധാനമായിട്ടും മെഡുലറി ബണ്ടിൽസിനെയൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ. എ പെയർ ഓഫ് ലാർജ് വാസ്കുലർ ബണ്ടിൽസ് ആണ് നമുക്ക് സെൻട്രൽ റിംഗിലുള്ളത്. അതിന് പുറത്ത് നമുക്ക് 14ഓളം വാസ്കുലർ ബണ്ടിൽസ് ഉള്ള ഒരു റിംഗും കൂടിയാണുള്ളത്. അപ്പോൾ ഇത്രയാണ് ബൊറീവിയന്റെ സെക്കൻഡറി ഗ്രോത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്പീഷീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത ടൈപ്പ് സ്പെസിമെൻ ആയിട്ടുള്ള ബിഗ്നോണിയനെ കുറിച്ച് നോക്കാം.
ബിഗ്നോണിയയുടെ പ്രൈമറി സ്ട്രക്ചർ ഞാൻ ആദ്യം ഒന്ന് പറയാം. ബിഗ്നോണിയയുടെ ബിഗ്നോണിയ എന്ന് പറയുന്നതും ഒരു ഡൈക്കോട്ടിലിഡനസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ അതിനും സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഏറ്റവും പുറത്തൊരു വേവി ആയിട്ടുള്ള എപ്പിഡെർമിസ് ഉണ്ടാവും. അതിൻ്റെ താഴെ നമുക്ക് ഹൈപ്പോഡെർമിസും കോർട്ടിക്കൽ റീജിയനും ഒക്കെ ഉണ്ടാവും. ഈ റീജിയണിന് വാസ്കുലാർ റീജിയനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എൻഡോഡെർമിസും പെരിസൈക്കിളും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി വാസ്കുലാർ റീജിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വാസ്കുലാർ ബണ്ടിൽസിനെ കാണാൻ പറ്റുക. ഈ വാസ്കുലാർ ബണ്ടിൽസ് കൊളാറ്ററൽ, കൺജോയിന്റ് ആൻഡ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് ആയിരിക്കും. പിന്നെ 4ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ 8 എന്നുള്ളൊരു നമ്പറാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 8 വാസ്കുലാർ ബണ്ടിൽസ് ഒരു റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ സെന്ററിൽ കുറച്ച് പിത്ത് റീജിയനും ഉള്ള ഒരു സ്ട്രക്ചറാണ് നമ്മൾ പ്രൈമറി ബിഗ്നോണിയ സ്റ്റെമ്മിൽ കാണുന്നത്. ഇനി ഇതിൽ എങ്ങനെയാണ് അനോമലസ് ഗ്രോത്ത് വരാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. കാമ്പിയം ഡെവലപ്സ് 4 യൂണി ഡയറക്ഷണൽ കാമ്പിയൽ ആർക്ക്. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് സെക്കൻഡറി ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോർമൽ ആയിട്ട് തന്നെയാണ് കാമ്പിയം ബിഹേവ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, വാസ്കുലാർ ബണ്ടിൽസ് ഓപ്പൺ ആണ്. ഓപ്പൺ മീൻസ് വിച്ച് ഹാവ് എ കാമ്പിയൽ സ്ട്രിപ്പ്. അപ്പോൾ കാമ്പിയൽ സ്ട്രിപ്പ് ഉണ്ട്, അതായത് ഇൻട്രാ ഫസിക്കുലാർ കാമ്പി അതിനുണ്ട്. അത് 2 ബണ്ടിൽസിന്റെ ഇടയിൽ നിന്ന് ഇന്റർ ഫസിക്കുലാർ കാമ്പിയം കൂടി ഡെവലപ്പ് ചെയ്തിട്ട് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റിംഗ് ഓഫ് വാസ്കുലാർ കാമ്പിയം ഫോം ചെയ്യും. ഈ ഒരു വാസ്കുലാർ കാമ്പിയത്തിന് ഇനീഷ്യൽ സ്റ്റേജിലുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വളരെ നോർമലാണ്. ഇപ്പം നോർമൽ ആകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അത് ബിഹേവ് ചെയ്യുക? ഇൻസൈഡിലേക്ക് അല്ലെങ്കിൽ ഇന്നർ സൈഡിലേക്ക് കുറച്ചധികം സെക്കൻഡറി സൈലവും പെരിഫറൽ സൈഡിലേക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് എമൗണ്ട് കുറവായിട്ടുള്ള സെക്കൻഡറി ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള വളർച്ച കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ സഡൻലി ഒരു അനോമലസ് ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. നോക്കാം. കാമ്പിയം ഡെവലപ്സ് 4 യൂണി ഡയറക്ഷണൽ കാമ്പിയൽ ആർക്ക്. ലോക്കലൈസ്ഡ് ആയിട്ടാണെന്ന് പറയുമ്പോൾ 4 ഭാഗത്ത് 4 ആംഗിൾസ് അല്ലെങ്കിൽ 4 കോർണേഴ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു അനോമലസ് ആയിട്ടുള്ള ബിഹേവിയർ തുടങ്ങുന്നത്. അതായത് 4 ഭാഗത്ത് ഈ റിംഗ് ആയിട്ട് ഫോം ചെയ്ത ആ ഒരു കാമ്പിയൽ റിങ്ങിന്റെ 4 കോണുകളിൽ നിന്ന് ഒരു അനോമലസ് ബിഹേവിയർ തുടങ്ങുകയാണ്. ഈ അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത് ഇതുവരെ സെൻട്രലിലേക്ക് സെക്കൻഡറി സൈലം കുറച്ച് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ആർക്കുള്ള ഭാഗത്ത് മാത്രം കുറച്ചധികം സെക്കൻഡറി ഫ്ലോയും പുറത്തേക്കും സെക്കൻഡറി സൈലത്തിന്റെ എമൗണ്ട് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിട്ട് അകത്തേക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് സെക്കൻഡറി ഫ്ലോയം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഫ്ലോയം അകത്തേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുകയും സൈലത്തിന്റെ ഇടയിലേക്ക് ഇൻട്രൂഡ് ചെയ്ത് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 ഡയഗണൽ ആയിട്ടുള്ള പൊസിഷൻസിലാണ് ഈ ഒരു ബിഹേവിയർ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 4 ഫ്ലോയം വെഡ്ജസ് സൈലത്തിലേക്ക് ഇങ്ങനെ ഇൻട്രൂഡ് ചെയ്ത് ഫ്ലോയം പാച്ചസ് ആയിട്ട് രൂപപ്പെടുന്നു. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് നോക്കാം. ലെസ് സെക്കൻഡറി സൈലം ഇസ് ഫോംഡ് ആൻഡ് മോർ സെക്കൻഡറി ഫ്ലോയം ഇസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ നേരെ തിരിഞ്ഞു, ഇതുവരെ ചെയ്തിരുന്ന ആ നോർമൽ ബിഹേവിയറിന് നേരെ തിരിഞ്ഞുകൊണ്ടാണ് ഈ 4 ഡയഗണൽ പൊസിഷൻസിൽ സിന്തസിസ് നടക്കുന്നത്. ദീസ് എക്സസീവ് ഫ്ലോയം മാസസ് പുഷ് ഇൻവേർഡ് ഫോമിംഗ് 4 ഡീപ്പ് ഇറഗുലർ ഫ്ലോയം വെഡ്ജസ്. ഓക്കെ, ഈ ഫ്ലോയം മാസസിനെയാണ് നമ്മൾ ഫ്ലോയം വെഡ്ജസ് എന്ന് പറയുന്നത്. ഇനി പ്രത്യേകം ഓർക്കാനുള്ളത്, ഈ ഫ്ലോയം ടിഷ്യൂസ് സൈലത്തിനെ പുഷ് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ സൈലത്തിനെ പുഷ് ചെയ്യാൻ മാത്രമുള്ള ഒരു സ്ട്രെങ്ത് ഈ ഫ്ലോയത്തിന് സാധാരണ ഇല്ല. ഫ്ലോ എന്ന് പറയുമ്പോൾ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള തിൻവോൾഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് നമുക്കറിയാം. അപ്പോൾ ഈ അഡീഷണൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ച് സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ്. അത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ് സ്ക്ലീറോട്ടിക് ബാൻഡ്സ് ആൻഡ് ഓക്കെ. അപ്പോൾ ഈ ഫ്ലോയം വെഡ്ജസ് സൈലത്തിനെ പുഷ് ചെയ്ത് ഇറങ്ങി വരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ ഫ്ലോയത്തിന് ആക്ച്വലി അത്രയുള്ള സ്ട്രെങ്ത് ഉണ്ടോ? അതായത് സൈലത്തിനെയൊക്കെ പുഷ് ചെയ്ത് ഇറക്കാൻ മാത്രമുള്ള സ്ട്രെങ്ത് ഫ്ലോയത്തിനുണ്ടോ? ഇല്ല. ഫ്ലോയം എന്ന് പറയുമ്പോൾ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള തിൻവോൾഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. അപ്പോൾ ഈ ഫ്ലോയത്തിന് അഡീഷണൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ടിഷ്യൂസ് ആണ് സ്ക്ലീറോട്ടിക് ബാൻഡ്സ് ആൻഡ് ബാസ്റ്റ് ഫൈബേഴ്സ് നമുക്ക് ഓൾറെഡി ഫ്ലോയത്തിന്റെ ഒരു ഡെറിവേറ്റീവ് ആണെന്ന് അറിയാം. ഫ്ലോയത്തിലുള്ള ഫ്ലോയം ഫൈബേഴ്സിനെ തന്നെയാണ് ബാസ്റ്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ സ്ക്ലീറോട്ടിക് ബാൻഡ്സും എല്ലാം കൂടിയാണ് ഫ്ലോയത്തിന് ഇങ്ങനെ സൈലത്തിലേക്ക് പുഷ് ചെയ്ത് ഇറങ്ങാനുള്ള ഒരു സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പ്രോസസ്സിലൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഫോർമേഷൻ ഓഫ് ഇൻക്ലൂഡഡ് ഓർ ഇന്റർസൈലറി ഫ്ലോയം, അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പാച്ച് ആണ് അവിടെ രൂപപ്പെടുന്നത്. അപ്പൊ സൈലത്തിലേക്ക് ഇൻട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫ്ലോയം മാസിന് നമ്മൾ എന്താ പറയുക? ഇൻക്ലൂഡഡ് ഫ്ലോയം അല്ലെങ്കിൽ ഇന്റർസൈലറി ഫ്ലോയം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഫ്ലോയത്തിലേക്ക് പുഷ് ചെയ്ത് ഇറങ്ങിയ സൈലത്തിലേക്ക് പുഷ് ചെയ്ത് ഇറങ്ങിയ ഫ്ലോയം ടിഷ്യൂ മാസ് അത് ഏതിലാണ് ഉള്ളത്? നമ്മുടെ ബിഗ്നോണിയയിലാണ് ഉള്ളത്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് ഒരു പേരും കൂടി ഉണ്ട്. എന്താണ്? ഇൻക്ലൂഡഡ് ഫ്ലോയം അല്ലെങ്കിൽ ഇന്റർസൈലറി ഫ്ലോയം. ഓക്കെ,
ഇനി ഫർദർ കാമ്പിയൽ അബ്നോർമാലിറ്റി നോക്കാം. അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ അബ്നോർമൽ ബിഹേവിയർ തന്നെയാണ്. ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ ഒരു കാമ്പിയൽ റിംഗ് ഉണ്ടല്ലോ, ഇപ്പോൾ നാല് കോർണേഴ്സിൽ വെച്ചിട്ട് ഈ ഫ്ലോയം വെഡ്ജസ് ഫോം ചെയ്ത ഈ സെയിം കാമ്പിയ കുറച്ച് സമയം കൂടി ഈ സെയിം പാറ്റേണിൽ കുറച്ച് ടിഷ്യൂസിനെയും കൂടി പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പതിയെ ഒന്ന് വളർച്ച സീസ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആക്ടിവിറ്റി റീഗെയിൻ ചെയ്യുകയും നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ അത്രയും ഇല്ലെങ്കിലും കുറച്ച് ടിഷ്യൂസിനെയൊക്കെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇതിലൂടെ വീണ്ടും 4 ഫ്ലോയം വെഡ്ജസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. ലേറ്റർ ദ കാമ്പിയം ബിഹേവ്സ് അബ്നോർമലി അഗെയിൻ, produces extra secondary phloem outside and extra secondary phloem inside. അപ്പോൾ ലേറ്റർ സ്റ്റേജിലുള്ള അബ്നോർമൽ ബിഹേവിയർ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫർദർ കാമ്പിയൽ അബ്നോർമാലിറ്റി. ലേറ്റർ ദ കാമ്പിയം ബിഹേവ്സ് അബ്നോർമലി അഗെയിൻ. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഗ്രോത്ത് കുറച്ച് സെക്കൻഡറി ടിഷ്യൂസിനൊക്കെ ആഡ് ചെയ്തു, അതിനുശേഷം 4 ഫ്ലോയം വെഡ്ജസ് ഫോം ചെയ്തു, എന്നിട്ട് കുറച്ചും കൂടി കാലത്തോളാണ് ഈ ഒരു കാമ്പിയം ആക്റ്റീവായിട്ട് നിലനിൽക്കുന്നത്. അതിനുശേഷം അതിന്റെ വളർച്ച നിൽക്കുന്നു. ആ കാര്യമാണ് പറയുന്നത്. വളർച്ച നിന്നതിന് ശേഷം പിന്നീട് ഒരു ഗ്യാപ്പിന് ശേഷം പിന്നീട് ഒന്നുകൂടി ആക്റ്റീവ് ആകുന്നു. അങ്ങനെ ആക്റ്റീവ് ആയതിനു ശേഷം വീണ്ടും 4 ഫ്ലോയം വെഡ്ജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫ്ലോയം വെഡ്ജസ് മാത്രമല്ല, കുറച്ച് സെക്കൻഡറി സൈലത്തിനെയും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കാര്യമാണ് പറയുന്നത്. പ്രൊഡ്യൂസസ് എക്സ്ട്രാ സെക്കൻഡറി ഫ്ലോയം ഔട്ട്സൈഡ് ആൻഡ് പ്രൊഡ്യൂസസ് റെഡ്യൂസ്ഡ് സെക്കൻഡറി സൈലം ഇൻസൈഡ്. ക്ലിയർ ആണല്ലോ? അതായത് സെയിം ടിഷ്യൂസിന് തന്നെയാണ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തത്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സെക്ഷൻ എടുത്ത് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പ്രത്യേകിച്ച് അതിനിടയിൽ സെപ്പറേഷൻ ഒന്നും ഇല്ലെങ്കിലും ആ ടിഷ്യൂസിൻ്റെ കോമ്പോസിഷൻ ആണെങ്കിലും സൈസ് ആണെങ്കിലും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വേറെ സീസണിൽ ഫോം ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദിസ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് 4 അഡീഷണൽ സ്മോളർ ഫ്ലോയം വെഡ്ജസ് ഇൻട്രൂഡിങ് ഇൻ ടു ദ സൈലം. അപ്പോൾ അഡീഷണൽ ആയിട്ട് വീണ്ടും 4 വെഡ്ജസ് ആണ് ഇതിലൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. മെച്വർ സ്റ്റെം സ്ട്രക്ചർ. അപ്പോൾ ഒരു മെച്വർ സ്റ്റെം സ്ട്രക്ചർ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുക? ആദ്യം ഫോം ചെയ്ത 4 ലാർജ് ഫ്ലോയം വെഡ്ജസും അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത 4 സ്മോൾ സൈലം ഫ്ലോയം വെഡ്ജസും കാണാൻ സാധിക്കും. ഓക്കെ, മെച്വർ ബിഗ്നോണിയ സ്റ്റെം കണ്ടെയ്ൻസ് 4 ലാർജ് ഫ്ലോയം വെഡ്ജസ് ഫ്രം ഡയഗണൽ കാമ്പിയൽ ആർക്ക്. അപ്പോൾ ആ 4 മൂലയ്ക്ക് നിന്ന് ഫോം ചെയ്ത ഒരു അബ്നോർമൽ കാമ്പിയൽ ആർക്കിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത 4 ലാർജ് ഫ്ലോയം വെഡ്ജസും അതിനുശേഷം ലേറ്റർ പ്രൊഡ്യൂസ് ചെയ്ത 4 സ്മോൾ ഫ്ലോയം വെഡ്ജസ്. എവിടുന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്? ലേറ്റർ കാമ്പിയൽ അബ്നോർമാലിറ്റിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത 4 സ്മോൾ ഫ്ലോയം വെഡ്ജസും കാണാൻ സാധിക്കും. ഓൾ വെഡ്ജസ് എക്സ്റ്റെൻഡഡ് ഇൻവേർഡ് ഇൻ ടു ദ സൈലം സിലിണ്ടർ. ഈ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഫ്ലോയം വെഡ്ജസും എവിടേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിൽക്കുക? സൈലത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് കാണപ്പെടുന്നു. ഇനി നമ്മളെല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇൻ ബിഗ്നോണിയ അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ഡ്യൂ ടു അൺഈക്വൽ ആൻഡ് അബ്നോർമൽ കാമ്പിയൽ ആക്ടിവിറ്റി റിസൾട്ട് ഇൻ 8 ഫ്ലോയം വെഡ്ജസ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ചില ബുക്കുകളിലൊക്കെ ആദ്യം ഫോം ചെയ്ത 4 ഫ്ലോയം വെഡ്ജസിനെ കുറിച്ചേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്ത് ഓർമ്മിക്കുക. കുറച്ച് കാലം കൂടി അബ്നോർമൽ ബിഹേവിയർ ഈ ഒരു പ്ലാന്റിൽ കാണുന്നുണ്ട്. അപ്പോൾ ലേറ്റർ സ്റ്റേജിൽ 4 സ്മോൾ വെഡ്ജസും കൂടി ആഡ് ഓൺ ചെയ്യപ്പെടുന്നുണ്ട്. Okay, 4 large wedges formed by diagonal cambial arc and 4 smaller wedges formed due to later abnormal cambial activity, all intruding into the xylem. Okay, clear ആണല്ലോ? അപ്പോൾ നമ്മൾ ബൊറീവിയുടെ സെക്കൻഡറി ഗ്രോത്തും മനസ്സിലാക്കി കഴിഞ്ഞു, ബിഗ്നോണിയുടെ ഗ്രോത്തും നോക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡ്രസീനയുടെ ഡീറ്റെയിൽസ് ആണ്. ഈ ഒരു ഡയഗ്രാം കൂടി ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ബിഗ്നോണിയയിലെ സെക്കൻഡറി ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും പുറത്തുള്ള വേവി ആയിട്ടുള്ള എപ്പിഡെർമിസ് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് പാരൻകൈമാറ്റസ് ആയിട്ടുള്ള സോൺ ഉണ്ട്. പാരൻകൈമാറ്റസ് ആയിട്ടുള്ള കോർട്ടെക്സും ഹൈപ്പോഡെർമിസിലൊക്കെ പാരൻകൈമാറ്റസ് ആയിട്ടുള്ള ടിഷ്യൂസ് ഉണ്ട്. അതേപോലെ കോളൻകൈമാറ്റസ് ആയിട്ടുള്ള ടിഷ്യൂസ് എല്ലാം ഉണ്ട്. എപ്പിഡെർമിസ് വേവി ആയതുകൊണ്ട് തന്നെ റിഡ്ജസ് ആൻഡ് ഫറോസ് കാണാൻ പറ്റും. ഈ റിഡ്ജസിലാണ് നമുക്ക് സ്ക്ലീറൻ കൈമാറ്റസ് ആയിട്ടുള്ള പാച്ചസ് കാണാൻ പറ്റുക. അതുപോലെ ഫറോസിലാണ് ക്ലോറൻ കൈമാറ്റസ് ആയിട്ടുള്ള പാച്ച് ഉള്ളത്. ക്ലോറൻ കൈമാറ്റസ് ആയിട്ടുള്ള പാച്ച് ഇതിൽ കാണിച്ചിട്ടില്ല, എന്നാൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സ്ക്ലീറൻ കൈമാറ്റസ് ആയിട്ടും ക്ലോറൻ കൈമാറ്റസ് ആയിട്ടുള്ള പാച്ചസ് നമുക്ക് ബിഗ്നോണിയുടെ സ്റ്റെമ്മിന്റെ കോർട്ടെക്സിൽ കാണാൻ സാധിക്കും. ഇനി അകത്തേക്ക് നോക്കുന്ന സമയത്ത് ഇതിൽ ഏകദേശം സെക്കൻഡറി ഗ്രോത്ത് നടന്നു കഴിഞ്ഞൊരു ഡയഗ്രമാണ്. അപ്പോൾ ഇതിൽ ഈ കാണിച്ചിരിക്കുന്നത് ഏത് ഭാഗമാണ്? ഈ പ്രധാനമായിട്ടും ഫില്ല് ചെയ്തിരിക്കുന്ന ഭാഗമാണ് സെക്കൻഡറി സൈലം. ഈ സെക്കൻഡറി സൈലത്തിന്റെ പുറത്തായിട്ട് നമുക്ക് ഫ്ലോയത്തിനെ കാണാൻ പറ്റും. ഈ പിങ്ക് കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഫ്ലോയാണ്. അപ്പോൾ സെക്കൻഡറി സൈലത്തിന്റെയും
സെക്കൻഡറി ഫ്ലോയത്തിന്റെയും ഇടയിലൂടെ ഈ ഒരു കാമ്പിയൽ റിങ്ങും കാണാൻ സാധിക്കും. ഓക്കെ, കാമ്പിയൽ റിങ്ങും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഫ്ലോയം വെഡ്ജസ്. 4 ഫ്ലോയം വെഡ്ജസ് ആണ് ഈ 4 ഭാഗത്തും കാണുന്നത്. ഫ്ലോയം വെഡ്ജസിന്റെ താഴെയായിട്ടാണ് നമുക്ക് ആ ഒരു ഡയഗണൽ ആർക്ക് ഓഫ് കാമ്പിയം, അബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്ത ഡയഗണൽ ആർക്ക് ഓഫ് കാമ്പിയത്തിനെ കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ. ഇനി ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷമാണ് അഡീഷണൽ 4 ഫ്ലോയം വെഡ്ജസ് ഫോം ചെയ്യാൻ പോകുന്നത്. ആ ഒരു കാര്യം ഈ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. കാമ്പിയൽ സ്ട്രിപ്പും എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്, വ്യക്തമായിട്ട് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ഡ്രസീനയുടെ സെക്കൻഡറി ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഡ്രസീനയുടെ യങ് സ്റ്റെം നമ്മൾ നോക്കുകയാണെങ്കിൽ യങ് സ്റ്റെം ഷോസ് ടിപ്പിക്കൽ മോണോകോട്ട് അനാട്ടമി. മോണോകോട്ട് സ്റ്റെം അനാട്ടമി എങ്ങനെയാ? ഒരു എപ്പിഡെർമിസ് ഉണ്ടാവും, അതിന്റെ താഴെ വളരെ തിന്നായിട്ടുള്ള ഹൈപ്പോഡെർമിസും കോർട്ടെക്സും കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു പിത്തിന്റെ ഏരിയ ആണ്. അതായത് ഗ്രൗണ്ട് ടിഷ്യൂ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഭാഗത്ത് സ്കാറ്റേർഡ് ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസിനെ കാണാൻ പറ്റും. ടുവേർഡ്സ് സെന്റർ ഈ വാസ്കുലർ ബണ്ടിൽസിന്റെ സൈസ് കുറച്ച് വലുതായിരിക്കും. വാസ്കുലർ ബണ്ടിൽസിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? കൺജോയിന്റ് ആണ്, കൊളാറ്ററൽ ആണ്, ക്ലോസ്ഡ് ആണ്. ഈ ക്ലോസ്ഡ് ആണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ് ആയതുകൊണ്ട് തന്നെ നോർമലി മോണോകോട്സിന്റെ സെക്കൻഡറി ഗ്രോത്ത് ഇല്ല. പിന്നെ എങ്ങനെയാണ് അബ്നോർമൽ ആയിട്ട് ഈ ഒരു ചില മോണോകോട്സ് മാത്രം എങ്ങനെയാണ് സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡ്രസീനയാണ്. ഡ്രസീന എന്നുള്ളത് ലിലിയേസിയ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. നോക്കാം, എപ്പിഡെർമിസും സ്ക്ലീറൻ ഗാമാറ്റസ് ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ന്യൂമറസ് വാസ്കുലർ ബണ്ടിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ഒരു കാമ്പിയൽ റിംഗ് അല്ലെങ്കിൽ ഒരു മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഏരിയ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനീഷിയേഷൻ ഓഫ് സെക്കൻഡറി ഗ്രോത്ത്, എ സ്പെഷ്യൽ മെരിസ്റ്റമാറ്റിക് സോൺ ഡെവലപ്സ് ഇൻ ദ ഇന്നർ കോർട്ടെക്സ്. അതായത് വാസ്കുലർ റീജിയനോട് തൊട്ട് പുറമെ ഏത് ഭാഗം ഉള്ളത്? കോർട്ടിക്കൽ റീജിയൻ ആണ്. ഈ കോർട്ടിക്കൽ റീജിയന്റെ ഏറ്റവും ലോവർ സെൽസിൽ നിന്ന് ഒരു മെരിസ്റ്റമാറ്റിക് സോൺ പതിയെ ഡെവലപ്പ് ചെയ്തു വരുന്നു. Cortical cell external to the vascular bundles become multi-layered secondary cambium. മൾട്ടി-ലെയേർഡ് ആയിട്ടുള്ള ഒരു മെരിസ്റ്റമാറ്റിക് ഏരിയ ആണ് ഡെവലപ്പ് ചെയ്ത് വരിക. ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുക? മൾട്ടി-ലെയേർഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡറി കാമ്പിയത്തിനെ പോലെ ആക്ട് ചെയ്യുന്നു. കാമ്പിയൽ സെൽസ് വേരി ഇൻ ഷേപ്പ്. ഇതിന്റെ ഷേപ്പിന് കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. റെക്ടാങ്കുലർ ഷേപ്പിലും ഫ്യൂസിഫോം ഷേപ്പിലും ടാപ്പറിംഗ് ആയിട്ടൊക്കെ ഇതിനെ കാണാറുണ്ട്. ഇതിന്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. എങ്ങനെയാണ്? കട്ട്സ് ഫ്യൂ സെൽസ് ഔട്ട്വേർഡ്. ഈ പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ആണ് പാരൻകൈമാറ്റസ് ആയിട്ടുള്ള സെൽസ്. ഇനി അകത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിലാണെങ്കിലും പാരൻകൈമാറ്റസ് സെൽസ് ഉണ്ട്. അതിനോടൊപ്പം വാസ്കുലാർ ഇലമെന്റ്സിനെയും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ്? ഈ ഗ്രൂപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് സ്ട്രിപ്പ് എന്ത് ചെയ്യുന്നു? പുറത്തേക്കും അകത്തേക്കും ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടിഷ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് പാരൻകൈമാറ്റസ് ടിഷ്യൂസിനെ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം അകത്തേക്ക് പാരൻകൈമയും അതിന്റെ കൂടെ കുറച്ച് വാസ്കുലാർ ഇലമെന്റ്സിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ വാസ്കുലാർ ഇനീഷ്യൽസിനെയും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ഇന്നർ പാരൻകൈമ സെൽസ് ലിഗ്നിഫൈ ഫോമിംഗ് കൺജങ്ക്റ്റീവ് ടിഷ്യൂ. ഉള്ളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരൻകൈമാറ്റസ് ടിഷ്യൂസിൽ ലിഗ്നിൻ ഡെപ്പോസിഷൻസ് വരികയും അത് കൺജങ്ക്റ്റീവ് ടിഷ്യൂ ആയിട്ട് മാറുകയും ചെയ്യും. ഫോർമേഷൻ ഓഫ് സെക്കൻഡറി വാസ്കുലാർ ബണ്ടിൽ. ഇനി വാസ്കുലാർ ബണ്ടിലിന്റെ ഇനീഷ്യൽ സെൽസ് ആണ് ഇപ്പോൾ ഫോം ചെയ്തത്. അതിൽ നിന്ന് എങ്ങനെയാണ് വാസ്കുലർ ബണ്ടിലായിട്ട് മാറുന്നത് നോക്കാം. വാസ്കുലർ ബണ്ടിൽ ഇനീഷ്യൽസ് ഡിവൈഡ് ആന്റിക്ലിനലി ആൻഡ് പെരിക്ലിനലി. അങ്ങനെ ആന്റിക്ലിനലായിട്ടും പെരിക്ലിനലായിട്ടും ഒക്കെ കുറേ തവണ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ ആയിട്ട് ഇത് മാറും. ഫോം എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഇതിൽ നിന്ന് സെൻട്രൽ സെൽസ് ഫ്ലോയമായിട്ടും പെരിഫറൽ സെൽസ് സൈലമായിട്ടും ഡെവലപ്പ് ചെയ്യുന്നു. നോക്കുക, സെൻട്രൽ സെൽസ് ഫ്ലോയമായിട്ടും പെരിഫറൽ സെൽസ് സൈലമായിട്ടും ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എങ്ങനെയുള്ള ബണ്ടിൽസ് ഉണ്ടാകുന്നത്? ലെപ്റ്റോസെൻട്രിക് ആയിട്ടുള്ള ബണ്ടിൽസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ലെപ്റ്റോസെൻട്രിക് എന്ന് പറയുമ്പോൾ ലെപ്റ്റം എന്ന് പറയുമ്പോൾ എന്താ? ഫ്ലോയത്തിന്റെ ഇനീഷ്യൽ സെൽസിനെയാണ് ലെപ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ലെപ്റ്റോസെൻട്രിക് എന്ന് പറയുമ്പോൾ ഫ്ലോയം നടുക്കും സൈലം ചുറ്റിലുള്ള അവസ്ഥേനെയാണ് നമ്മൾ ലെപ്റ്റോസെൻട്രിക് അല്ലെങ്കിൽ ആംഫി വാസൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ കണ്ടീഷനിലുള്ള വാസ്കുലാർ ബണ്ടിൽസ് ആണ് നമ്മൾ ഡ്രസീനയിൽ കാണുന്നത്. Okay, new bundles are pushed inward into the stem due to കാമ്പിയൽ ആക്ടിവിറ്റി. അപ്പോൾ കാമ്പിയത്തിന്റെ ഫർദർ ആക്ടിവിറ്റി കൊണ്ട് പുതിയ പുതിയ വാസ്കുലർ ബണ്ടിൽസ് ഈ ഗ്രൗണ്ട് ടിഷ്യൂലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യപ്പെടുന്നു. സക്സസീവ് റിംഗ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് വർ ഫോംഡ്. അതായത് ഒരു തവണ ഒരു റിംഗ് ആക്റ്റീവായിട്ട് കുറച്ച് ബണ്ടിൽസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വളർച്ച അവിടെ നിൽക്കുന്നു. അതിന്റെ പുറത്തുള്ള കോർട്ടിക്കൽ ടിഷ്യൂസിൽ നിന്ന് വീണ്ടും അടുത്ത റിംഗ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് അല്ലെങ്കിൽ അടുത്ത റിംഗ് ഓഫ് കാമ്പിയം ആക്റ്റീവ് ആവുന്നു. അടുത്ത സെറ്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കുറച്ച് തവണ കണ്ടിന്യൂ ചെയ്യുന്നു. കാമ്പിയം ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ ആൻഡ് ബിഹേവിയർ പീരിയോഡിക്കലി. ഓക്കെ, പീരിയോഡിക്കലായിട്ട് ഈ ഒരു ചേഞ്ച് ഉണ്ട്. 1-2 തവണ വീണ്ടും വീണ്ടും കാമ്പിയൽ റിങ്ങുകൾ ഫോം ചെയ്യുകയും വാസ്കുലർ ബണ്ടിൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ആഫ്റ്റർ ഫോമിംഗ് 1 റിംഗ് ഓഫ് ബണ്ടിൽ,
ദ ആക്റ്റീവ് മെരിസ്റ്റമാറ്റിക് സോൺ ബിക്കം ഇനാക്റ്റീവ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ദിസ് പ്രൊഡ്യൂസസ് അനദർ റിംഗ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ. ന്യൂ വാസ്കുലാർ ബണ്ടിൽസ് ഫോം ഇൻ ആൾട്ടർനേറ്റ് പൊസിഷൻസ് വിത്ത് ദ പ്രീവിയസ് വൺസ്. അപ്പൊ ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയാനുള്ളത്, ഒരു റിംഗ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറത്തൊരു റിംഗ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് ഇനി വരുമ്പോൾ ആൾട്ടർനേറ്റ് പൊസിഷൻസിലാണ് ബണ്ടിൽസിനെ ആഡ് ചെയ്യുക. ഓക്കെ, പെരിഡേമിന്റെ ഫോർമേഷൻ ഒക്കെ വളരെ നോർമൽ ആണ്. അതായത് പുറത്തുള്ള ബാർക്കിന്റെ ഫോർമേഷൻ വളരെ നോർമൽ ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. അതിൽ അനോമലസ് ആയിട്ടുള്ള ബിഹേവിയർ ഒന്നുമില്ല. ഓക്കെ, എ കോർക്ക് ക്യാമ്പിയം മേ ഫോം നോർമലി ഇൻ ഔട്ടർ ടിഷ്യൂ പ്രൊഡ്യൂസസ് കോർക്ക് സെൽസ് എക്സ്റ്റേണലി. അപ്പോൾ കോർക്ക് ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റി ഈ പറഞ്ഞ 3 സ്പെസിമെൻസിലും സിമിലർ ആണ്. അവിടെയൊന്നും അനോമലസ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ബൊറീവിയയിലാണെങ്കിലും ബിഗ്നോണിയയിലാണെങ്കിലും ഡ്രസീനയിലാണെങ്കിലും പെരിഡേം ഫോർമേഷൻ നോർമൽ ആണ്. ഓക്കെ, അപ്പോൾ പെരിഡേമിന്റെ പോർഷൻസ് ഏതൊക്കെയാണ്? ഫെല്ലം, ഫെല്ലോജൻ ആൻഡ് ഫെല്ലോഡം. അതായത് കോർക്ക് ക്യാമ്പിയം ആൻഡ് സെക്കൻഡറി കോർട്ടെക്സ്. ഇത്രയും 3 ഭാഗങ്ങൾ കൂടി ചേർന്നാണ് പെരിഡേം. ഈ പെരിഡേമിന്റെ ഫോർമേഷനിൽ നമുക്ക് അനോമലസ് ആയിട്ടുള്ള ബിഹേവിയർ ഒന്നും ഈ 3 സ്പെസിമെൻസിലും കാണാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ പഠിച്ച 3 എണ്ണത്തിനെയും നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കണം. അതിന് മുന്നേ ആയിട്ട് ഡ്രസീനയുടെ ഈ ഒരു ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഡയഗ്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പോർഷൻ എൻലാർജ് ചെയ്തിരിക്കുന്നതിൽ ശ്രദ്ധിക്കാം. ബ്രോക്കൺ ആയിട്ടുള്ള ഒരു എപ്പിഡെർമിസ് കാണുന്നുണ്ട്. അതായത് ബാർക്കിന്റെ ഫോർമേഷൻ കൊണ്ട് ഒരു പുറത്തൊരു പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് എപ്പിഡെർമിസ് സ്വാഭാവികമായിട്ട് റപ്ചർ ആയിട്ടുണ്ടാകും. അതിന് താഴെ നമുക്ക് കോർക്ക് കാണാൻ പറ്റുന്നുണ്ട്, കോർട്ടെക്സ് കാണാൻ പറ്റുന്നുണ്ട്. ഈ കോർട്ടെക്സിലെ പ്രൈമറി ടിഷ്യൂസും സെക്കൻഡറി ടിഷ്യൂസും ഒക്കെ ഉണ്ടായിരിക്കും. ഇനി അതിന്റെ താഴെയായിട്ടാണ് നമുക്ക് ക്യാമ്പിയം കാണാൻ പറ്റുക. ഈ ക്യാമ്പിയമാണ് സക്സസീവ് ആയിട്ടുള്ള വാസ്കുലാർ റിങ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ടിഷ്യൂസിന്റെ ഏരിയ നമുക്ക് സെക്കൻഡറി ടിഷ്യൂ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലോയം നടുക്കും സൈലം പുറത്തുള്ള ആ ഒരു കണ്ടീഷനിലുള്ള വാസ്കുലാർ ബണ്ടിൽസിനെ കാണാൻ പറ്റും. ഇനി സെൻട്രൽ പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രൈമറി ടിഷ്യൂസിനെയും കാണാൻ പറ്റും. അപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയഗ്രാം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് നോട്ടാണ് പറയുന്നത്. ബൊറീവിയയിലാണെങ്കിൽ എങ്ങനെയാണ് സെക്കൻഡറി ഗ്രോത്ത് നടന്നത്? എക്സ്ട്രാ സ്റ്റീലാർ ഓർ അഡീഷണൽ ക്യാമ്പിയ ഫോർമേഷനിലൂടെയാണ് ഈ ഒരു അനോമലസ് ആയിട്ട് ബൊറീവിയ ബിഹേവ് ചെയ്തത്. ഇനി ബിഗ്നോണിയയിലാണെങ്കിൽ അൺഈക്വൽ ആക്ടിവിറ്റി ഓഫ് ദ സെയിം ക്യാമ്പിയം റിംഗ്. ഒരു സെയിം ക്യാമ്പിയം റിംഗ് തന്നെയാണ് ഓരോ സീസണിൽ അല്ലെങ്കിൽ ഓരോ ടൈമിൽ വ്യത്യസ്തമായിട്ട് ബിഹേവ് ചെയ്തിട്ട് ഈ ഒരു അനോമലസ് ആയിട്ട് ഉള്ള സെക്കൻഡറി ഗ്രോത്ത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി ഡ്രസീനയിലാണെങ്കിലോ സെക്കൻഡറി തിക്കനിങ് മെരിസ്റ്റമാണ് അവിടെ ഈ ഒരു ആക്ടിവിറ്റി ചെയ്തത്. ഒരു ട്രൂ ക്യാമ്പിയം ആയിരുന്നില്ല, അതൊരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആയിരുന്നു. കോർട്ടിക്കൽ ഏരിയയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആയിരുന്നു ഈ ഒരു അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് നടത്തിയത്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ചോദ്യം ഒന്നുകൂടി വായിക്കാം. ഇൻ എ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് a stem, 3 different anomalies are observed. Type 1 vascular bundles present both in the peripheral ring and in the pith. ടൈപ്പ് 2 എന്താണ്? സൈലം സിലിണ്ടർ ഇന്ററപ്റ്റഡ് ബൈ ഫ്ലോയം വെഡ്ജസ്. അപ്പോൾ ഫ്ലോയം വെഡ്ജസ് ഏതിലാന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഇനി ടൈപ്പ് 3 നോക്കിയേ, കോൺസെൻട്രിക് റിംഗ്സ് ഓഫ് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ് ഫോംഡ് സക്സസീവ്ലി. ഒരുപാട് റിംഗ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ആഡ് ചെയ്യപ്പെടുന്നത് ഏതിലാണ്? ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓരോന്നും ഈ ഒരു ഓപ്ഷൻസിലേക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആദ്യത്തത് ബൊറീവിയാണ്. രണ്ടാമത്തത് ബിഗ്നോണിയാണ്. മൂന്നാമത്തതോ ഡ്രസീനയാണ്. അപ്പോൾ ബൊറീവിയ, ബിഗ്നോണിയ, ഡ്രസീന എന്നുള്ള ഓർഡറിൽ തന്നിരിക്കുന്നത് ഓപ്ഷൻ സിയിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇപ്പം ആൻസറിലേക്ക് എത്താൻ പറ്റിയല്ലോ. കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസറിലേക്ക് സിമ്പിളായിട്ട് എത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഈ സെക്കൻഡറി ഗ്രോത്ത്, അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് എന്നുള്ളത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്നാൽ കൂടി നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ, ഈ കൺസെപ്റ്റ് നന്നായിട്ട് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ വാസ്റ്റ് ആയ HSSD ബോട്ടണിയുടെ സിലബസ് ടൈം ബൗണ്ടഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ടീം എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇതുവരെ കോഴ്സ് പർച്ചേസ് ചെയ്യാത്തവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്